ജനങ്ങളെ ഭൂമിയിലെ ഏതൊരു ഭാഷയിലെയും ഏറ്റവും ധ്യാനാത്മകമായ വരി ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുഭൂതികളുടെ ഭൂഖണ്ഡാനന്തര യാത്രകളിലേക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് പോലെ 3 വാക്കുകൾ. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. എന്റെ കണ്ണുകൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നു, എന്റെ ചുണ്ടുകൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നു, എന്റെ വിരൽത്തുമ്പ് നിന്നെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കൂ, എന്നെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കൂ, എന്റെ അതരങ്ങളിലെ വാക്കുകളെ ചൊമ്പിച്ചു കൊല്ലൂ, എന്റെ ഓർമ്മകളെ കൊള്ളയടിക്കൂ എന്ന് മാധവിക്കുട്ടിക്ക് പറയാനാകുന്നത് അനുഭൂതികളുടെ പ്രണയ യാനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവളെ, എന്റെ പ്രണയത്തിന്റെ പുണ്യാളത്തി, നമ്മുടെ പ്രണയം ഭൂമിയിലെ ആദ്യത്തെ പ്രണയമല്ല, ഒടുവിലെത്തേതുമല്ല. പക്ഷേ എങ്കിലും നമ്മുടെ പ്രണയം സുന്ദരമാണ്. ചരിത്രത്തിൽ എത്രയോ വ്യത്യസ്തങ്ങളായ പ്രണയങ്ങളുണ്ട് എന്ന് നിനക്കറിയാമോ? ഭൂമിയിലെ ഏറ്റവും മധുരമായ പ്രണയം ദസ്തയേവ്സ്കിക്ക് അന്നയോടൊപ്പം ഉണ്ടായിരുന്നതാണ്. കാരണം അനുഭൂതിയുടെ ഉന്മാദങ്ങളിലേക്കുള്ളൊരു കുതിച്ചുചാട്ടലായിരുന്നു അയാൾക്ക് ആ പ്രണയം. ഓർമ്മകളുടെ ഞരമ്പുകൾ മുറിഞ്ഞു പോകാതെ വാർദ്ധക്യത്തിലും ഉയിരു കത്താതെ പ്രണയിക്കുന്ന 2 വൃദ്ധ കാമുകിമാരെ നാം കോളറയുടെ കാലത്തെ പ്രണയത്തിൽ കണ്ടു. അതിനേക്കും അപ്പുറത്തേക്ക് ടൈറ്റാനിക്കിൽ മുങ്ങിച്ചത്തിട്ടും മുങ്ങിച്ചാവാത്ത പ്രണയത്തിന്റെ നാടി തുടിക്കുന്ന ഒച്ച നമ്മൾ കേട്ടു. ക്ലാരയെ കാണുമ്പോഴെല്ലാം ജയകൃഷ്ണന്റെ ഉള്ളിൽ നിറഞ്ഞ മഴയാണ് സ്ക്രീനിലും നമ്മൾ കണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു മഴയും ചരിത്രത്തിൽ പെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് മഞ്ഞിലെ വിമലയ്ക്ക് കാത്തിരിക്കുമ്പോഴും ഒരിക്കലും അവൻ തിരിച്ചു വരില്ലെന്നറിയുമ്പോഴും ആ കാത്തിരിപ്പ് മടിപ്പാകാതെ മാറുന്നത്? അത് പ്രണയത്തിന്റെ ലാവ അവൾക്കുള്ളിൽ കത്തി നിന്നത് കൊണ്ടാണ്. ബഷീറിയൻ കഥകളിലെല്ലാം പ്രണയത്തിന്റെ ഒരു സാംസ്കാരിക ഭൂപടമാണുള്ളത്. മതിലുകൾക്കപ്പുറത്ത് നിന്ന് നാരായണിയോട് വെറും ശബ്ദങ്ങൾ കൊണ്ട് അയാൾ പ്രണയിക്കുമ്പോൾ ശബ്ദത്തിന് പോലും ഹൃദയത്തിൽ പ്രണയത്തിന്റെ വിത്തുകൾ വാരി വിതറാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കാമുകി, നിനക്ക് ഞാനൊരു കക്കൂസ് മടുത്തു തരാം എന്ന് എന്റെ ഉപ്പപ്പാക്ക് ഒരു ആണയുണ്ടാർന്നിൽ നിസാർ അഹമ്മദിലൂടെ ബഷീർ പറയുമ്പോൾ പ്രണയത്തിനൊരു സാംസ്കാരിക വായനയാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവളെ, എന്റെ പ്രണയത്തിന്റെ പുണ്യാളത്തി, എന്തുകൊണ്ടാണ് മജീദിന്റെ കാലിലെ കുരുവിൽ, ചൂടുകുരുവിൽ സുഹ്റ ചുംബിക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നത്? അവളുടെ ചുണ്ടിൽ പ്രണയത്തിന്റെ ഒരു തീപ്പന്തം ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഈ ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകി നീയാണ് എനിക്ക്. ശരീരം നിറയെ ഹൃദയമുള്ളവളെ, ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പ്രണയാർബുദം തന്നതിന്, പ്രണയം ലളിതമാണെന്ന് പഠിപ്പിച്ചതിന്. പ്രണയം ഒരു നഴ്സറിപ്പാട്ടിനേക്കാൾ ലളിതമാണെന്ന് നീ എന്നെ പഠിപ്പിച്ചു. അതിനേക്കാൾ അപ്പുറം മരണത്തെക്കാൾ സങ്കീർണമാണ് പ്രണയം എന്ന് പഠിപ്പിച്ചതിന്. മരണത്തെക്കാൾ സങ്കീർണമാണ്, പക്ഷെ അപ്പോഴും ഒരു ഉയർപ്പിന്റെ വിത്ത് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ഇനി ഒരിക്കലും കാണുക എന്നൊന്നുണ്ടാവില്ല. ഞാൻ മരിച്ചതായി നീയും, നീ മരിച്ചതായി ഞാനും മനസ്സിലാക്കുക. പക്ഷേ ചുംബിച്ച ചുണ്ടുകളെ വിടതരിക. അപ്പോഴും എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ പ്രണയത്തിന്റെ പുണ്യാളത്തി, ഞാൻ നിന്നെ പ്രണയിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടും വീണ്ടും പ്രണയിക്കുന്നു. കാരണം നീ എന്റെ തടവും വിധിയുമാണ്.